നമ്മുടെ മക്കൾക്ക് ഭൗതികമായ വല്ല കുറവും സംഭവിച്ചാൽ, അവരുടെ വസ്ത്രമൊന്ന് നുരണ്ടിപ്പോയാൽ, അവർക്ക് എന്തെങ്കിലും ഒരു ഭൗതികമായ ഒരു നിസ്സാരമായ ഒരു സംഭവം സംഭവിച്ചാൽ, അവരുടെ സുഹൃത്തുക്കൾക്ക്, അവരുടെ ഫ്രണ്ട്സുകൾക്കിടയിൽ അവരെ നാണം കെട്ടുപോകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഏതൊരു രക്ഷിതാവിനാണ് സഹിക്കുക? പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കടം വാങ്ങിയെങ്കിലും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. മതപരമായിട്ടുള്ള വല്ല കുറവും അവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമാണോ സുഹൃത്തുക്കളെ? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ലേ? പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് വരാത്തത് നമുക്ക് വിഷമമുണ്ടോ? പെൺമക്കൾ ഇസ്ലാമിക വേഷമര്യാദ സ്വീകരിക്കാത്തതിൽ നമ്മൾക്ക് പരിഭവമുണ്ടോ? സിനിമകൾക്കും വിനോദങ്ങൾക്കും പിന്നാലെ പോകുന്നതിൽ നമുക്ക് പരാതിയുണ്ടോ? അതിലാണ് നാം ഏറെ വ്യാകുലപ്പെടേണ്ടത്. അതിലാണ് നാം ഏറെ ചർച്ച ചെയ്യേണ്ടുന്നത്. നാളെ പരലോകത്തിൽ തിന്മകളുടെ ഭാണ്ഡക്കെട്ടുമായി നിൽക്കുന്ന മക്കളെ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങളെ പ്രിയപ്പിച്ചു കളഞ്ഞത് ആ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവാ. മാതാപിതാക്കളാണ് അവരുദ്ദേശിക്കുന്നത്. അവരെ ഞങ്ങൾ ചവിട്ടി മരിക്കട്ടെ, ഞങ്ങളുടെ കാലുകൾക്ക് ചുവട്ടിലോട്ട് അവരെ കൊണ്ടുവാ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കൾ, ഇങ്ങനെ കരഞ്ഞു പറയുന്ന മക്കൾ നമുക്കുണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടാവാതിരിക്കുവാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഹലാലായ ഭക്ഷണം മക്കൾക്ക് നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ശരീരം നരകത്തോട് ഏറ്റവും അടുത്തു കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹലാല് തേടുക എന്നുള്ളത് നിർബന്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ത്വലബുൽ ഹലാലി ഫരീള. ഹലാല് തേടൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കരിക്കുന്നത് പോലെ, സകാത്ത് കൊടുക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, അവന്റെ ശരീരത്തോടുള്ള, അവന്റെ കുടുംബത്തോടുള്ള അനിവാര്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ, ഒരു സാഹചര്യത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ അനിവാര്യമായ ബാധ്യതയാണെന്നൊരു വിശ്വാസി തിരിച്ചറിയുന്നില്ലെങ്കിൽ, പലിശയും ചൂതാട്ടവും എളുപ്പത്തിൽ പണമുണ്ടാക്കാവുന്ന മേഖലകൾ തേടിക്കൊണ്ട്, പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട്, അതിൽ നിന്ന് കാര്യലാഭം നേടിക്കൊണ്ട്, മറ്റുള്ളവനെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കുന്ന സമ്പത്താണ് മക്കൾക്ക് നൽകുന്നതെങ്കിൽ ഒരിക്കലും ആ മക്കളിൽ നിന്ന് നിങ്ങൾ നന്മ പ്രതീക്ഷിക്കരുത്. കാരണം ആ നരകത്തിലേക്ക് പോകാനുള്ള ബോഡിയാണ്, നരകത്തിലേക്ക് പോകാനുള്ള ശരീരമാണ്. ആ ശരീരത്തിൽ നിന്നും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. രണ്ടാമതായി, നമ്മൾ മക്കൾക്ക് നൽകേണ്ടുന്ന കാര്യം നല്ല പെരുമാറ്റ മര്യാദയാണ്. അദബ് കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു പിതാവും തന്റെ മക്കൾക്ക് നല്ല പെരുമാറ്റ മര്യാദയേക്കാൾ വലിയ സമ്മാനം കൊടുത്തിട്ടില്ല. പെരുമാറ്റ മര്യാദകൾ ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളതല്ല, സ്വന്തം ജീവിതത്തിലൂടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അസ്സലാഹു മിനല്ലാഹ് വൽ അദബു മിനൽ ആബാ. സൽക്കർമ്മങ്ങൾ അല്ലാഹുവിൽ നിന്നാണ്, പെരുമാറ്റ മര്യാദകളാവട്ടെ അതൊക്കെ ഉപ്പമാരിൽ നിന്നാണ് കിട്ടുന്നത്. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണ്. പെരുമാറ്റ മര്യാദകൾ ഉപ്പമാരിൽ നിന്നാണ് കിട്ടുന്നത്. അവരിൽ നിന്നാണ് അവർ പാഠങ്ങൾ പഠിക്കുന്നത്. ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു ഉമ്മക്ക് മക്കളോട് പറയാൻ സാധിക്കണം, മക്കളെ, നിങ്ങളുടെ ഉപ്പയെ കണ്ട് നിങ്ങൾ പഠിക്കണമെന്ന്. ഉമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉപ്പക്ക് പറയാൻ സാധിക്കണം, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ കണ്ട് പഠിക്കൂ എന്ന്. ഉമ്മ നമസ്കരിക്കുന്നത് കണ്ടില്ലേ? ഉപ്പ നമസ്കരിക്കുന്നത് കണ്ടില്ലേ? കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നത് കണ്ടില്ലേ? വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് കണ്ടില്ലേ? പഠിപ്പിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുവാൻ ഒരു ഉമ്മക്ക് സാധിക്കണം, ഒരു ഉപ്പക്ക് സാധിക്കണം. അത് കേൾക്കുവാൻ ഒരു ഭാഗ്യമുണ്ടാകുന്ന മക്കൾ, ആ മക്കൾ സ്വർഗത്തിലേക്കുള്ളതാണ്. മറ്റൊന്ന് മക്കൾക്ക് നൽകാനുള്ളത് നല്ല പരിസരമാണ്. മനഃശാസ്ത്രജ്ഞന്മാർ
സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കാര്യം എന്താണ്? ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം, അവന്റെ ബിഹേവിയറൽ ചേഞ്ചസ് രൂപപ്പെടുന്നത് പരിസരവും പ്രകൃതവും കൊണ്ടാണ്. എൻവയോൺമെന്റും അതുപോലെ ഹെറിഡിറ്റിയുമാണ്. എൻവയോൺമെന്റും ഹെറിഡിറ്റും അവന്റെ സ്വഭാവ രൂപവൽക്കരണത്തില് അവന് പ്രധാനമായിട്ടും അത് തന്നെയാണ് അവനെ ബാധിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അതിന് നമ്മൾ നിസ്സാരമാക്കിക്കൂടാ. ശൈശവകാല ജീവിതാനുഭവങ്ങൾ കുട്ടിയുടെ ജീവിതകാലം അത്രയും പ്രതിഫലിക്കുമെന്ന് ഫ്രോയിഡ് എന്നുള്ള മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അൺകോൺഷ്യസ് ലെയർ, അതായത് അബോധ മണ്ഡലത്തിലേക്ക് തള്ളുമെന്നും സ്വഭാവ രൂപവൽക്കരണത്തിൽ അതിന് വ്യക്തമായ പങ്കുണ്ടെന്നും മനഃശാസ്ത്രം പറയുന്നതാണ്. വീട്, കുടുംബം, സമൂഹം, കൂട്ടുകെട്ട് തുടങ്ങിയ സാമൂഹ്യ സ്ഥാപനങ്ങളും ബന്ധങ്ങളുമാണ് മനുഷ്യനെ ഒരു നല്ല വ്യക്തിയാക്കാൻ സഹായിക്കുന്നത്. ഇതിൽ വരുന്ന പാളിച്ചകൾ, പോരായ്മകൾ, ഛിദ്രതകൾ ജീവിതത്തിലും സ്വഭാവത്തിലും പ്രകടമായി പതിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലതായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവിന്റെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് തന്റെ മകനുമായി ഒരു മനുഷ്യൻ വന്ന് പരാതി പറയുകയാണ്, എന്റെ മോൻ എന്നെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയെ നന്നായി ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മാതാപിതാക്കളോടുള്ള കടമകൾ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം സശ്രദ്ധം കേട്ടു നിന്ന മകൻ ഒടുവിൽ ചോദിക്കുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുമൊന്നുമില്ലേ? മക്കൾക്ക് മാതാപിതാക്കളോട് കടമകളുണ്ട്. ആ കടമകളാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളില്ലേ, കടപ്പാടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഉണ്ട് മകനെ, ഉണ്ട്. ഒന്നൊന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമതായി ഉമ്മ നിലവാരമുള്ളവളായിരിക്കണം. വിവാഹം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചെറുപ്പക്കാരെ. സൗന്ദര്യം കണ്ടുകൊണ്ട്, സ്വത്ത് കണ്ടുകൊണ്ട്, തറവാടിത്തം കണ്ടുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. സത്യവിശ്വാസമുള്ള സൽസ്വഭാവമുള്ള ചെറുപ്പക്കാർ, അവരെ ആരും പരിഗണിക്കുന്നില്ല. ഉമ്മ നിലവാരമുള്ളവളായിരിക്കണമെങ്കിൽ സൽസ്വഭാവമുള്ള ദീനുള്ള പെണ്ണിനെ തന്നെ കെട്ടണം. അതുകൊണ്ടല്ലേ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കപ്പെടുന്നത് പല കോലത്തിലാണ്. സ്വത്ത് നോക്കിയാണ്, സൗന്ദര്യം നോക്കിയാണ്, തറവാടിത്തം നോക്കിയാണ്. പക്ഷേ ദീനുള്ളവളെ കെട്ടിക്കൊണ്ട് നീ വിജയിക്കണം മകനെ. ചെറുപ്പക്കാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. മക്കൾക്ക് നല്ല പേര് നൽകണം. കാരണം പേരവന്റെ ജീവിതത്തെ ബാധിക്കും. ഇത് പറയുമ്പോൾ നമ്മുടെ പല ആളുകൾക്കും സംശയമുണ്ടാവാറുണ്ട്. നല്ല നല്ല പേര് നൽകിയിട്ടുള്ള ആളുകൾ എല്ലാ തോന്നിവാസത്തിലും ഏർപ്പെടുന്നു.